അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അൽഫായിസീന ബിറിളില്ലാഹി അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ, 19/12/2025 റബ്ബി അഊദു ബിക മിനൽ കസ്സൽ എന്ന ശീർഷകത്തിൽ UAE ഔഖാഫ് പ്രസിദ്ധം ചെയ്ത ജുമാ ഖുത്ബയുടെ മലയാള സാരാംശം ഇവിടെ പറയുകയാണ്. നാം അലസന്മാരും മടിയന്മാരും ആയിക്കൂടാ. റബ്ബിനോട് നാം മടിയന്മാരാകുന്നതിൽ നിന്ന് രക്ഷ തേടണം. ഒരു മനുഷ്യൻ എപ്പോഴും ഉന്മേഷവും ഉണർവും ഉള്ളവനാകണം. ക്രിയാത്മകമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണം. മടി പിടികൂടിയാൽ അവൻ്റെ എല്ലാം പരാജയപ്പെടും. തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മടി പിടികൂടുന്നതിനെ തൊട്ട് റബ്ബിനോട് രക്ഷ തേടാനുണ്ടായിരുന്നു. അത് എത്ര ഗൗരവമേറിയതാണ് എന്ന് നമ്മെ പഠിപ്പിച്ചു തരികയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്, മൻ ദാമകസ്ലുഹു ഖാബ അമലുഹു. ഒരാൾ എപ്പോഴും മടിയനായാൽ അയാളുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രതീക്ഷയും അസ്തമിച്ചവനാകും. നബിതങ്ങൾ പ്രഭാതത്തിലും പ്രദോഷത്തിലും റബ്ബിനോട് നടത്തിയിരുന്ന പ്രാർത്ഥന, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ അജ്സി വൽ കസ്ൽ. അല്ലാഹുവേ, നിന്നോട് ഞാൻ കഴിവുകെട്ടവനാകുന്നതിൽ നിന്നും മടി പിടിച്ചവനാകുന്നതിൽ നിന്നും രക്ഷ തേടുന്നു എന്ന്. നബിതങ്ങൾ ഇങ്ങനെ ദുആ ചെയ്യുമ്പോൾ ആദ്യം രക്ഷ തേടിയത് കഴിവുകെട്ടവനാകലിനെ തൊട്ടിട്ടാണ്. അഥവാ അയാൾ ഒരു കാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നു, പക്ഷേ അയാൾക്കതിന് സാധിക്കുന്നില്ല. മറ്റൊന്ന്, ഒരു കാര്യം ചെയ്യാൻ കഴിയും, അതിനേക്ക് പിന്നീടിലേക്ക് നീട്ടിവെക്കുക, പിന്നീടാകാം എന്ന് ചിന്തിക്കുക. രണ്ടും നമുക്ക് പാടില്ലാത്തതാണ്. ആ മടി വരുന്നതിൽ നിന്ന് റബ്ബിനോട് നാം രാവിലെയും വൈകുന്നേരവും രക്ഷ തേടണം. നബിതങ്ങളുടെ ദുആ, റബ്ബി അഊദു ബിക മിനൽ കസ്ൽ. അല്ലാഹുവേ, മടി പിടികൂടുന്നതിൽ നിന്ന് എന്നോട് ഞാൻ രക്ഷ തേടുന്നു എന്ന്. നമ്മുടെ ഒരു കാര്യത്തിനും മടി നമുക്ക് തടസ്സമായിക്കൂടാ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ പറയുന്നുണ്ട്, യക്റഹു അൻ യഖൂല റജുലു ഇന്നി കസ്ലാൻ. ഒരു മനുഷ്യൻ എനിക്ക് മടിയാണ് എന്ന് പറയുന്നത് ഏറെ വെറുപ്പുള്ളതാണ്. നമ്മുടെ ദീൻ, പരിശുദ്ധമായ ഇസ്ലാം നമ്മളോട് കർമ്മ നിരതനാവാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. നമ്മൾ മടിയന്മാരായിക്കൂടാ. നമ്മുടെ ആ ആവശ്യങ്ങൾ നിറവേറ്റാൻ, നമ്മുടെ കുടുംബത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി, രാജ്യത്തിനു വേണ്ടി അള്ളാഹു നൽകിയ കഴിവുകളും പ്രാപ്തികളും നമ്മൾ ക്രിയാത്മകമായി വിനിയോഗിക്കണം. നമ്മൾ ചെയ്തു തീർക്കാനുള്ളതൊക്കെ നമ്മൾ തന്നെ ചെയ്യണം. നബിമാരോട് അള്ളാഹു സുബ്ഹാനഹു വ തആല അവർ കർമ്മനിരതരാകാൻ വേണ്ടി ആവശ്യപ്പെടുന്നുണ്ട്. യാ അയ്യുഹർ റുസുലു കുലൂ മിനത് ത്വയ്യിബാത്തി വഅമലൂ സ്വാലിഹൻ ഇന്നി ബിമാ തഅമലൂന അലീം. ഓ പ്രവാചകന്മാരെ, നിങ്ങൾ നല്ലത് ഭക്ഷിക്കുകയും നല്ലത് പ്രവർത്തിക്കുകയും ചെയ്യുക. ഞാൻ നിങ്ങൾ പ്രവർത്തിക്കുന്നതിനൊക്കെ കൃത്യമായി അറിയുന്നവനാണ്. അള്ളാഹുവിൻ്റെ മേലിൽ തവക്കുലാക്കുകയാണ് എന്ന് പറഞ്ഞ് മടിയന്മാരായിരിക്കുന്നവരെ നബിതങ്ങൾ വിരോധിച്ചിട്ടുണ്ട്. അവിടുന്ന് പറഞ്ഞു, ഇഅ്മലൂ വലാ തത്തക്കിലൂ. നിങ്ങൾ പ്രവർത്തിക്കണം, ജോലി ചെയ്യണം. നിങ്ങൾ വെറുതെ ഞങ്ങൾ മുത്തവക്കിലീങ്ങളാണ് എന്ന് പറഞ്ഞിരിക്കരുത്. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു സംഘം ആളുകൾ മസ്ജിദിൽ തന്നെ ചടഞ്ഞുകൂടിയിരിക്കുന്നത് കണ്ടു. അവരോട് മഹാനവറുകൾ ചോദിച്ചു, നിങ്ങൾ എന്താണ് ഇങ്ങനെ ഇരിക്കുന്നത്? അവർ പറഞ്ഞു, നഹ്നുൽ മുത്തവക്കിലൂൻ, ഞങ്ങളെല്ലാം അള്ളാഹുവിൽ ഏൽപ്പിച്ചവരാണ്. ഉമർ റളിയല്ലാഹു അൻഹു അവരോട്, അങ്ങനെ ചെയ്യരുത്. ലാ യഖുദു അഹദുക്കും അൻ തലബി റിസ്ഖ്. നിങ്ങളിൽ ഒരാളും റിസ്ഖ് തേടുന്നതിൽ നിന്നും പിന്തിരിഞ്ഞ് ഇരിക്കരുത്. അവർ പറയും, അല്ലാഹുമ്മ ർസുഖ്നി, അല്ലാഹു എനിക്ക് റിസ്ഖ് തരണേ എന്ന് പ്രാർത്ഥിക്കും. വഖദ് അലിമ അന്ന സ്സമാഅ ലാ തുംതിറു ദഹബൻ വലാ ഫിദ്ദ. അവനറിയാം, ആകാശത്തു നിന്ന് സ്വർണവും വെള്ളിയും ഒന്നും വർഷിച്ചു തരില്ല. അവർ അധ്വാനിച്ചാലേ അവർക്ക് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. നാം പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ ജീവിതവൃത്തിക്ക് ആവശ്യമായ കാര്യങ്ങൾ അള്ളാഹു നമുക്ക് തുറന്നു തരും. നമ്മൾ ആരോഗ്യപരമായ എന്തെങ്കിലും തടസ്സങ്ങൾ നമുക്കുണ്ടെങ്കിൽ നമ്മൾ അതിന് പറ്റുന്ന ചികിത്സ നടത്തണം.
അല്ലെങ്കിൽ ആ മടി നീങ്ങാനുള്ള ക്രിയാത്മകമായ എന്തെങ്കിലും എക്സർസൈസുകൾ ഉണ്ടെങ്കിൽ അത് നമ്മൾ ചെയ്യണം. ഒരു കാര്യത്തിൽ നമ്മൾ ദുർവ്യയം ചെയ്തുകൂടാ. അത് നമ്മെ ക്ഷീണിപ്പിക്കുകയും ക്ഷയിപ്പിക്കുകയും ചെയ്യും. മടിയന്മാരോട് കൂട്ടുകൂടി നമ്മളും മടിയന്മാരാകരുത്. കവി പറഞ്ഞിട്ടുണ്ട്, ലാ തസ്ഹബിൽ കസ്ലാന ഫി ഹാലാത്തിഹി കം സാലിഹിൻ ബി ഫസാദി ആഖറ യഫ്സുദു. നീ മടിയന്മാരോടൊരിക്കലും കൂട്ടുകൂടരുത്. എത്ര നല്ല ഉണർവും ഉന്മേഷവും ഉള്ളവരാണ് മടിയന്മാരോടൊപ്പം ചേർന്ന് അവരും അങ്ങനെ മടി പിടിച്ചവരായത്. നമ്മൾ എപ്പോഴും വിജയത്തിൻ്റെ പാത തിരഞ്ഞെടുക്കണം. നല്ലവരോടുകൂടെ നമ്മൾ ചങ്ങാത്തം ഉണ്ടാകണം. നബിതങ്ങൾ പറഞ്ഞു, അർറജുലു അലാ ദീനി ഖലീലി ഫൽയൻദുർ അഹദുക്കും മൻ യുഖാലിൽ. ഓരോരുത്തരും അവരവരുടെ കൂട്ടുകാരുടെ സ്വഭാവത്തിലും രീതിയിലും ആയിത്തീരും. അതുകൊണ്ട് നിങ്ങൾ ചിന്തിക്കണം, ആരെയാണ് നിങ്ങൾ കൂട്ടുകൂട്ടുന്നത് എന്ന്. അവൻ നല്ല ഉണർവുള്ളവനായി ഉന്മേഷമുള്ളവനായി എല്ലാം അവൻ ശ്രദ്ധയോടുകൂടെ ചെലവഴിക്കുന്നവനായാൽ അവന് വിജയിക്കാൻ സാധിക്കും. ഓരോ പ്രഭാതത്തിലും അവൻ ഓർക്കണം, അല്ലാഹു തആല നമ്മളോട് പറയുന്നുണ്ട്, ഹുവല്ലദീ ജഅല ലക്കുമുൽ അർദ ദലൂലൻ ഫംശൂ ഫീ മനാകിബിഹാ. അള്ളാഹു ഈ ഭൂമിയെ നിങ്ങൾക്ക് വഴിപ്പെടുത്തി തന്നിരിക്കുന്നു. അതിൻ്റെ ഉയർച്ച താഴ്ചകളിലൊക്കെ നിങ്ങൾ സഞ്ചരിച്ച് ജീവിതവൃത്തികൾ നിങ്ങൾ കണ്ടെത്തുക എന്ന്. ഇസ്ലാം നമ്മളെ ഉന്മേഷവാനായി കാണണം, ഉണർവുള്ളവനാകണം എന്ന് ആഗ്രഹിക്കുന്നു. ഉമർ റളിയല്ലാഹു അൻഹു ഒരാളെ കണ്ടു. അയാൾ ഇബാദത്തിനൊക്കെ മടി കാണിക്കുകയാണ്, അലസനാണ്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലാ തുമിത് അലൈനാ ദീനന. നമ്മുടെ ദീനിനെ നീ ഇങ്ങനെ നിർജീവമാക്കരുത്. നമ്മൾ മടിയനായാൽ അള്ളാഹുവിൻ്റെ വിളിക്ക് ഉത്തരം ചെയ്യില്ല, നിസ്കാരത്തിന് അവൻ ഹാജരാവില്ല. നമ്മുടെ വിജയത്തിൻ്റെ ഉണർവിൻ്റെ തുലാസ് യഥാർത്ഥത്തിൽ നിസ്കാരമാണ്. അള്ളാഹുമായിട്ടുള്ള നമ്മുടെ ബന്ധം നല്ല ബന്ധമാണ് എന്നതിൻ്റെ അടയാളമാണ്. നിസ്കാരം കൃത്യസമയത്ത് ഒരാൾ നിർവഹിച്ചാൽ ഹദീസിൽ കാണാം, അസ്ബഹ നഷിത്തൻ ത്വയ്യിബൻ നഫ്സ്. നല്ല ഉണർവുള്ളവനായി നല്ല ഉന്മേഷവാനായിക്കൊണ്ട് അവന് നേരം പുലർന്നവനാകും. വയില്ല, നിസ്കാരം നിർവഹിച്ചില്ലെങ്കിലോ അസ്ബഹ ഖബീസൻ നഫ്സി കസലാൻ. മടിയനും ഒന്നിനും ഉന്മേഷമില്ലാത്തവനുമായി തീരും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കണം, നിസ്കാരത്തിൽ മടി കാണിക്കുന്നവർ അള്ളാഹു പറഞ്ഞ ഈ വിഭാഗത്തിൽ വഇദാ ഖാമു ഇലസ്വലാത്തി ഖാമു കുസല. നിസ്കാരത്തിലേക്ക് അവർ നിന്നാൽ അവർ മടിയന്മാരായിക്കൊണ്ട് നിൽക്കും എന്ന ആ സംഘത്തിൽ നിങ്ങൾ പെട്ടുപോകുമോ എന്ന് ശ്രദ്ധിക്കണം. നല്ല കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ നാളേക്ക് നീക്കി വെക്കരുത്. സുന്നത്തായ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധയോടുകൂടെ ചെയ്യണം. കുടുംബത്തിനോടുള്ള ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റണം. നമ്മുടെ ബാധ്യതകൾ ഒരിക്കലും മറന്നു പോകരുത്. ഹദീസിൽ നബി തങ്ങൾ പറഞ്ഞല്ലോ, കുല്ലുക്കും റാഇൻ വ കുല്ലുക്കും മസ്ഊലുൻ അൻ റഇയ്യത്തി. നിങ്ങൾക്കൊക്കെ ഓരോ ഉത്തരവാദിത്തങ്ങളുണ്ട്. ആ ഉത്തരവാദിത്തങ്ങളെപ്പറ്റി നിങ്ങളോട് അല്ലാഹു തആല ചോദിക്കുകയും ചെയ്യും എന്ന്. മടി നമ്മുടെ ഒന്നിനും തടസ്സമാകരുത്. ജോലിസ്ഥലത്തെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നതിൽ, അയാളെ ഏൽപ്പിച്ച ആ കടമകൾ ചെയ്യുന്നതിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇഹ്രിസ് അലാ മാ യൻഫഉക് വസ്തഇൻ ബില്ലാഹ് വലാ തഅജസ്. നീ ഉപകാരമുള്ളതിൽ നല്ല ശ്രദ്ധയുള്ളവനാകണം, അള്ളാഹുവിനോട് സഹായം തേടണം, നീ ഒരിക്കലും കഴിവുകെട്ടവനാവരുത് എന്ന്. ഒരു വിദ്യാർത്ഥി പഠന വിഷയത്തിൽ ഉത്സുകനാകണം. ഒരു ഉദ്യോഗാർത്ഥി അയാളുടെ ജോലി നിറവേറ്റുന്നതിൽ ഉത്സുകനാവണം. ഒന്നും നാളേക്ക് നീക്കിവെക്കരുത്. പിന്നീടത് നീണ്ടുപോകുക എന്നല്ലാതെ നമുക്ക് അത് സമയത്ത് ചെയ്തു തീർക്കാൻ സാധിക്കുകയില്ല. നമ്മുടെ ആയുസ് ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സമയം വളരെ കുറച്ചു മാത്രമേ ഉള്ളൂ. അവസരങ്ങൾ എന്നും നമ്മെ കാത്തു നിൽക്കുകയില്ല. അത് ആകാശനീലിമയിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന മേഘപാളികളെപ്പോലെയാണ്. അവസരങ്ങൾ നമ്മൾ അപ്പോൾ ഉപയോഗപ്പെടുത്തണം. നാം ഇന്നത്തെ നാളേക്കുള്ള ഒരു ചവിട്ടുപടികളാക്കി പുരോഗതിയിലേക്ക് മുന്നേറാൻ, നമുക്ക് നന്മ ചെയ്യാൻ, നമ്മുടെ കുടുംബങ്ങൾക്ക്, രാജ്യത്തിനൊക്കെ നന്മ ചെയ്യാൻ ക്രിയാത്മകമായി ചിന്തിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.